അപ്പോൾ രോഗി പറയുന്നു വയറിന്റെ പ്രശ്നമാണ് ഡാൻഡ്രഫ് മാറാത്തതെന്ന്. രോഗി തറപ്പിച്ച് പറയാ. രോഗി പറയുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റവും വിദഗ്ധനായ ഡോക്ടറാണ്. അദ്ദേഹം എല്ലാം പരിശോധിച്ചിട്ടും വയറിലൊരു പ്രശ്നം കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പം ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില ചില അണുക്കൾ അല്ലെങ്കിൽ ചില ബാക്ടീരിയ നമ്മുടെ വയറിൽ വരുമ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. തന്മൂലം പല അസുഖങ്ങൾക്കും അതൊരു പ്രയോജനമാണ് എന്ന് ചില പഠനങ്ങൾ ചിലരിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖത്തിന്റെ പ്രധാന കാരണം അതാണ്, അത് ചികിത്സിച്ചാൽ എല്ലാം ശരിയാവുന്നല്ല. ഇൻഫെക്ഷൻ ടീനിയ എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻ നമ്മുടെ തലയിൽ വരുമ്പോൾ അത് ആ രോമകൂപങ്ങളിലേക്ക് ആ അണുബാധയുടെ ലക്ഷണം വന്ന് നീർക്കെട്ടുണ്ടാക്കി ആ രോമകൂപങ്ങളിൽ നിന്ന് ആ രോമം പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഹെയർ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ, ആ ഇൻഫെക്ഷൻ ബാധിച്ച ഭാഗങ്ങളിൽ ഹെയർ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. അത് കറക്റ്റ് സമയത്ത് നമ്മൾ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഹെയർ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ചില അസുഖങ്ങളിൽ അത് സിവിയർ ആയിട്ട് അവർ സ്കാറിങ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാക്കും, നീർക്കെട്ട് അധികം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ പിന്നീട് ഹെയർ തിരിച്ചു വരിക എന്നുള്ള അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മുടി കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ഒരു മുടി ഉണങ്ങിയാൽ ഉടനെ സ്പ്രേ ചെയ്യാൻ ആ പേഷ്യൻസിനോട് പറയാറുള്ളത്. അതുപോലെ കിടക്കുന്നതിന് ഒരു 1/4 മണിക്കൂർ മുമ്പ് സ്പ്രേ ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ നമ്മൾ ഡെയിലി റുട്ടീൻ ആക്കി കഴിഞ്ഞാൽ അത് നമ്മൾ മറക്കത്തില്ല. അപ്പോൾ നമ്മൾ അത് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന വേറൊരു ട്രീറ്റ്മെന്റ് ഇല്ല സ്പ്രേ ചെയ്യുന്നതിന്. മറ്റേ മിനോക്സിൽ എന്ന് പറഞ്ഞ മരുന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഉള്ളത് നമ്മൾ ഈ ഒത്തിരി വാങ്ങിച്ചു കൂട്ടുന്നതിലും എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ സ്വയം ചോദിച്ചിട്ട്, അപ്പോൾ എൻ്റെ പിമ്പിൾസ് മാറണം, എൻ്റെ പാട് മാറണം, എൻ്റെ സ്കിൻ ബ്രൈറ്റ് ആണെന്നാണെങ്കിൽ അത് ഡോക്ടറെ കണ്ട് ഞാൻ ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ പറയും വൈറ്റമിൻ സി നല്ലതായിരിക്കാം, അല്ലെങ്കിൽ നിയാസിനമൈഡ് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതെല്ലാം മാറിക്കഴിയുമ്പോൾ നിങ്ങൾ റെറ്റിനോൾ ഉപയോഗിച്ചോളൂ. അങ്ങനെ ഒരു ഡയറക്ഷൻ കിട്ടിയാൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഹായ്, മൈൽ സ്റ്റോൺ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ എബിൻ ഇബ്രാഹിം ഇട്ടിയാണ്. ഒരു ഡെർമറ്റോളജിസ്റ്റ് ആണ്. VPS ലേക്ക് ഷോറിലെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്. ഹായ് സർ, വെൽക്കം ടു ദി ഷോ. അപ്പോൾ നമുക്ക് ആദ്യം റീൽസിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ നല്ല ചെറുപറ റീൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻഡ്രഫിന്റെ മെയിൻ റീസൺ ഗട്ട് ഇംബാലൻസ് ആണെന്ന് പറയുന്നത് സംഭവം ഉള്ളതാണോ? ഇത് പറഞ്ഞ് പലരും എൻ്റെ അടുത്തും ഞങ്ങളുടെ ഗ്യാസ്ട്രോഎൻട്രോളജി കൊളീഗ്സിന്റെ അടുത്തൊക്കെ ഡോക്ടർമാരുടെ അടുത്ത് വയറിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ഡാൻഡ്രഫ് മാറാത്തെന്ന് പറഞ്ഞു വന്നിരുന്നു. റീല് കണ്ടിട്ട് വരുന്നവരാണ്. റീല് കണ്ടിട്ടാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളിത് കണ്ട് ശരിക്കും അന്തിച്ചാ പോയത്. കാരണം ശാസ്ത്രീയ പഠനങ്ങൾ അങ്ങനെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ബന്ധം സ്ഥാപിച്ചിട്ടില്ല. പല പല പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ചില പഠനങ്ങൾ വയറിന്റെ ചില ഈ മൈക്രോബയോം എന്ന് പറയും, അതായത് നമ്മുടെ വയറിലുള്ള ചില കോശങ്ങളുടെ വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ ചില അസുഖങ്ങൾ വരുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നെങ്കിലും അതിന് വ്യക്തമായൊരു ചികിത്സയോ അത് പഴയ അവസ്ഥയിലേക്ക് മാറ്റാനോ അത് ഹെൽത്തി ആക്കാനോ അങ്ങനെ ഒരു ചികിത്സാ രീതി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇത് ഒരുപാട് ഡോക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ വന്ന് ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് വേറൊന്നും അല്ല എന്നൊക്കെ തറപ്പിച്ചാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എന്നെ വിളിച്ചു ചോദിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ഗ്യാസ്ട്രോഎൻട്രോളജി സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ സകല പരിശോധനയിലും എല്ലാം നോർമലാണ്. അപ്പോൾ രോഗി പറയുന്നു വയറിന്റെ പ്രശ്നമാണ് ഡാൻഡ്രഫ് മാറാത്തതെന്ന്. രോഗി പറയുന്നു. പക്ഷേ അദ്ദേഹം ഏറ്റവും വിദഗ്ധനായ ഡോക്ടറാണ്. അദ്ദേഹം എല്ലാം പരിശോധിച്ചിട്ടും വയറിലൊരു പ്രശ്നം കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പം ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ചില അണുക്കൾ അല്ലെങ്കിൽ ചില ബാക്ടീരിയ നമ്മുടെ വയറിൽ വരുമ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. തന്മൂലം പല അസുഖങ്ങൾക്കും അതൊരു പ്രയോജനമാണ് എന്ന് ചില പഠനങ്ങൾ ചിലരിൽ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖത്തിന്റെ പ്രധാന കാരണം അതാണ്, അത് ചികിത്സിച്ചാൽ എല്ലാം ശരിയാവുന്നല്ല. അങ്ങനെയില്ല. അപ്പൊ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാൻഡ്രഫ് എന്നുള്ള ഒരു അസുഖം തന്നെ എടുത്താൽ തന്നെ അത് ചിലപ്പോൾ അത് ഡാൻഡ്രഫ് ആയിരിക്കത്തില്ല. നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഈ സ്കെയിലിങ്ങും തലയിൽ ചൊറിച്ചിലും ചെറിയ പൊടി പോലെ വരുന്നു. അപ്പൊ രോഗി വിചാരിക്കും അവർക്ക് ഡാൻഡ്രഫ് ഉണ്ട്, താരൻ എന്ന് മലയാളത്തിൽ പറയും. പൊടി പോലെ വരുന്നത് അതാ ഞാൻ പറയാം. അത് എപ്പോഴും ഈ ഫംഗസ് തന്നെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ അത് ഈ സോറിയാസിസ് പോലെയുള്ള രോഗങ്ങളുടെ ആരംഭമാകാം. ഇനി അതല്ല, നമ്മൾ ചില ഷാമ്പൂ ഒക്കെ ഡെയിലി യൂസ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ തന്നെ തൊലി പൊളിഞ്ഞു വരുന്നതായിരിക്കും, ഡ്രൈ സ്കാൽപ്പ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള പല കണ്ടീഷൻസും ആയിരിക്കും ഒരു രോഗിയെ സംബന്ധിച്ചതെല്ലാം ഡാൻഡ്രഫാണ്. അപ്പൊ ഒരു ഡോക്ടർ അത് കറക്റ്റായിട്ട് നോക്കിക്കഴിയുമ്പോൾ ചിലപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു രോഗം, ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ തന്നെ ആകാം. ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് ശരീരത്തിലൊക്കെ വരുന്ന ടീനിയ എന്ന് പറഞ്ഞ ചില ഫംഗൽ ഇൻഫെക്ഷൻ തലയിൽ വരാം. അപ്പൊ ഇതിനൊക്കെ വ്യക്തമായ ചില ചികിത്സാ രീതികളും ഗുളികകളും മരുന്നുകളും ഒക്കെ ഉണ്ട്. അത് എടുത്തു കഴിയുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യും. പക്ഷെ ഇതിനെല്ലാത്തിനും കാരണം ഗട്ട് ഹെൽത്ത് ആണ്, അല്ലെങ്കിൽ ഗട്ട് സ്കിൻ ആക്സസിലെ പ്രോബ്ലം ആണെന്നൊക്കെ പറയുമ്പോൾ
നമുക്കത് ചികിത്സിക്കാനും അവിടെ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം അങ്ങനെ ഒരു വ്യക്തമായ ഒരു ചികിത്സാ രീതി ഫലപ്രദമായതായിട്ട് നമുക്കൊരു പഠനം ഇതുവരെ തരുന്നില്ല. അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചു വിടുന്നതാണോ? നമുക്ക് 100% തെറ്റാണെന്നോ ആ. അതിന് ഒരു ബന്ധമില്ലെന്നോ ആർക്കും പറയാൻ പറ്റില്ല. കാരണം അത് ശാസ്ത്രീയമായ ഒരു രീതിയല്ല. കാരണം ശാസ്ത്രീയമായ രീതിയിൽ ഒരെണ്ണം ഒരു വസ്തുത ശരിയാണോ തെറ്റാണോ എന്ന് പറയണമെങ്കിൽ പഠനങ്ങളുടെ പിൻബലം വേണം. ഉം. അപ്പൊ പഠനങ്ങൾ ചില ബന്ധം കാണിക്കുന്നെങ്കിലും അതിനെങ്ങനെ അതിനെ ചികിത്സിച്ച് അത് ശരിയാക്കാം എന്നതിനെക്കുറിച്ച് വ്യക്തമായ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ ഒരു മരുന്ന് ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ വയറിന്റെ പ്രശ്നവും മാറും, അതോടൊപ്പം തന്നെ നിങ്ങളുടെ തലയിലെ ഡാൻഡ്രഫും മാറും എന്ന് പറഞ്ഞൊരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓ, അപ്പൊ അതിനു മുമ്പേ നമുക്ക് കുറെ ബാക്ടീരിയ അല്ലെങ്കിൽ പ്രോബയോട്ടിക്കോ പ്രീബയോട്ടിക്കോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വയർ ശരിയാകും, അതോടൊപ്പം നിങ്ങളുടെ ബാക്കി സ്കിന്നിലെ എല്ലാ അസുഖവും മാറും എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഇതിന്റെ സ്റ്റഡീസ് ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇരിക്കുന്നേ ഉള്ളൂ. എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. ഒരു ഹൈപ്പോത്തസിസ് ആണ്. ഒരു 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 ഓക്കെ. ആലോചന. അതിന്റെ ഭാഗമായി ചില പഠനങ്ങൾ നടന്നു, ചില റിസൾട്ട് കിട്ടി, ചിലയിടത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ല. ഉം. അപ്പൊ അത് കൂടുതൽ പഠനം നടക്കേണ്ട ഒരു മേഖലയാണ്. ഓക്കെ. പക്ഷേ ഈ ഡാൻഡ്രഫ് എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഒറ്റ ഡിസീസ്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളായിരിക്കും ഈ സ്കെയിലിങ്ങും ഇച്ചിങ്ങും ഒക്കെ വരുന്നത്. ഉം. അപ്പൊ അത് ഏതാണെന്ന് നമ്മൾ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കണം. അപ്പോൾ പ്യുവർലി അത് ഡാൻഡ്രഫ് ആണ്, അത് മലസീസിയ എന്ന് പറഞ്ഞ ഒരു ഫംഗസിന്റെ അമിതമായ വളർച്ച കൊണ്ടുണ്ടാകുന്നതാണെങ്കിൽ ഉം. ആ ഫംഗസിന്റെ പ്രവർത്തനം കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിന്റെ വളർച്ച കുറയ്ക്കാൻ നമുക്ക് മരുന്നുകളുണ്ട്. ഉം. പിന്നെ അത് കൂടാനുള്ള കാര്യം ചിലപ്പം നമ്മുടെ ആ തലയിലെ സ്കിന്നിലുള്ള എൻവയോൺമെന്റുള്ള വ്യത്യാസങ്ങൾ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ചില മൈക്രോ ഓർഗാനിസം വ്യത്യാസങ്ങൾ, ആ ഒരു എൻവയോൺമെന്റ് മാറുന്നതുകൊണ്ടാകാം. അപ്പൊ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കി അതോടെ ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. ഓക്കെ. അത് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാം എണ്ണ അമിതമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം. ഉം. കാരണം ചിലർക്ക് ഒരു ശീലം ഡെയിലി എണ്ണ പുരട്ടി കുളിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അതാ ഞാൻ പറഞ്ഞു ആ, വരുന്നത്. ആ. അപ്പൊ ആ പർട്ടിക്കുലർ വ്യക്തിക്ക് മുഖക്കുരു ഒക്കെ ഉണ്ട്, എണ്ണമയം കൂടുതലാണ് അവരുടെ ശരീരത്തെങ്കിൽ ഉം. ആ എണ്ണ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആകാം ആ വ്യക്തിയിൽ താരന്റെ കാര്യം. പക്ഷെ അത് വേറൊരാൾക്ക്, അവർ ഇവിടെ അല്ല താമസിക്കുന്നത്, കേരളത്തിലല്ല, അവർ ബാംഗ്ലൂരോ ഉം. അല്ലെങ്കിൽ ഒരു തണുപ്പുള്ള രാജ്യത്താണ് താമസിക്കുന്നത്, അത് നല്ല കോൾഡ് ക്ലൈമറ്റ് ആണ്. അപ്പൊ അവരുടെ സ്കിൻ പൊതുവെ ഡ്രൈ ആണ്. അങ്ങനെയുള്ള ഒരാൾ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് ഡാൻഡ്രഫ് കൂടുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ആ ഫാക്ടേഴ്സ് എല്ലാം ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഒരു അഡ്വൈസ് എല്ലാവർക്കും ഒരുപോലെ നിങ്ങൾ എണ്ണ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ എണ്ണ ഉപയോഗിക്കൂ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ എപ്പോഴും അവരുടെ ലക്ഷണങ്ങൾ കണ്ടുകൊണ്ട് ഒരു കൺക്ലൂഷനിലേക്ക് രോഗി തന്നെ എത്താതെ വിദഗ്ധനായ ഡോക്ടറെ കണ്ട് എന്താ പ്രശ്നം എന്ന് മനസ്സിലാക്കി അത് കണ്ടുപിടിച്ച് അത് തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ആ ഡോക്ടർ പറയുന്ന ചികിത്സ സ്വീകരിക്കുക എന്നുള്ള പരിശോധനകളും ഉണ്ട്. നമുക്കൊരു ഡോക്ടറുടെ ജസ്റ്റ് ഒരു എക്സാമിനേഷൻ മാത്രമായിരിക്കത്തില്ല, ചിലപ്പോൾ സ്കിൻ എടുത്ത് പരിശോധിച്ച് അത് ഈ രോഗം അല്ല എന്ന് ഉറപ്പിക്കേണ്ടി വരും. സ്കിന്നും സ്കിൻ തലേന്ന് എടുത്ത് പരിശോധിക്കുക, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ആ. അപ്പൊ മാറാത്ത ഒരു കേസാണ്, ഡാൻഡ്രഫ് പല ചികിത്സ ചെയ്തു, ഇത് എന്താണ് മാറാത്ത, അല്ലെങ്കിൽ വേറെ ചില ലക്ഷണങ്ങൾ ബോഡിയിൽ കാണിക്കുന്നു, ഫോർ എക്സാമ്പിൾ ആർത്രൈറ്റിസ് പോലെ വേദനകളുണ്ട്, അപ്പൊ തലയിലുള്ള സോറിയാസിസ് ആണോ എന്ന് നോക്കാൻ നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഓക്കെ. അപ്പൊ ആ സ്കിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. ഉം. അപ്പോൾ അല്ലാതെ നമ്മൾ ഈ ഒരു ഗട്ട് സ്കിൻ ആക്സസ് മാത്രം ഫോക്കസ് ചെയ്താൽ ആ. ചിലപ്പോൾ ഒത്തിരി വൈറ്റമിൻ ഗുളികകളും അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് വെറുതെ കഴിച്ച് ഇത് മാറത്തുമില്ല, അത് അതെ വെറുതെ അതെ കഴിക്കുന്ന യെസ്, നല്ല സ്കിന്നിലേക്ക് വരും. ചിലപ്പോൾ ഒരു ടെമ്പററി ഇമ്പ്രൂവ്മെന്റ് കിട്ടും. നമ്മളെ ഉം. ക്ലൈമാറ്റിക് ചേഞ്ച് ഒക്കെ മാറുമ്പോഴും ഈ ഡാൻഡ്രഫിനൊക്കെ വ്യത്യാസം വരാം. ഒത്തിരി ഹ്യൂമിഡ് ആയിട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ വേനൽക്കാലത്ത് തലയൊക്കെ ഒത്തിരി വേർക്കുമ്പോൾ ഈ ബുദ്ധിമുട്ട് കൂടാം. ഉം. ഉം. ആ വേരിയേഷൻസ് എപ്പോഴും ഉണ്ടാവും. ചില ഷാമ്പു യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന് റെസിസ്റ്റൻസ് വരാം. നമ്മൾ ഒരേ ഫംഗസിനുള്ള ഷാമ്പു തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആവുകയും പിന്നെ ഈ താരൻ കുറയാതിരിക്കുകയും ചെയ്യാം. ഉം. അപ്പൊ അതൊക്കെ നമ്മളൊരു മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഓയിലിംഗ് കറക്റ്റ് ആയിട്ടുള്ള അളവിൽ ചെയ്താൽ ചിലപ്പോൾ അത് കൺട്രോൾ ആക്കാൻ പറ്റും. എന്നിട്ട് അത് മാറുന്നില്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, അതെന്താ അതിന് എന്താണ്? മാറാത്ത ആ. കാര്യം എന്നുള്ളത് നോക്കണം. ഓക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ വയറിന്റെ പ്രശ്നം കൊണ്ടാണ് താരൻ വരുന്നത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാൻ പാടില്ല. അതത്ര ശരിയല്ല. കാരണം അത് ശരിയാണ്, നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയ പഠനങ്ങളുണ്ട്. ആ, ഓക്കെ. ശാസ്ത്രീയ പഠനങ്ങൾ തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ എല്ലാ ഡാൻഡ്രഫും ഇതല്ല. അതെ, അതാ ഇമ്പോർട്ടന്റ്. ഓക്കെ. നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഉം. ഇപ്പം ഈ വയറിലെ പ്രശ്നങ്ങൾ പലപ്പോഴും ചില ഈ എക്സീമ പോലുള്ള കണ്ടീഷൻസിനകത്തും ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒക്കെ കൊടുത്ത് അത് ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് പഠനങ്ങളുണ്ട്. പക്ഷേ എല്ലാ എക്സീമയും നമുക്ക് അതുകൊണ്ട് മാത്രം ചികിത്സിച്ചാൽ മാറുന്നതല്ല. ഓക്കെ. സ്കിന്നിലെ പല അസുഖങ്ങളും അങ്ങനെ തന്നെ ഇതുമായിട്ട് ബന്ധം പറഞ്ഞിട്ടുള്ള പഠനങ്ങളുണ്ട്. ഒരാൾക്ക് ഇത് വർക്ക് ആയതുകൊണ്ട് മറ്റാൾക്ക് ഇത് വർക്ക് അതെ അതെ ആവണമെന്നില്ല. അതെ അതെ അതെ. ഓക്കെ. ഓക്കെ. ഈ ഡിസംബർ അല്ലെങ്കിൽ ഈ ജനുവരി ഡിസംബർ അല്ലെങ്കിൽ നവംബർ ജനുവരി ഡിസംബർ ടൈമിലാണ് ഈ ഡാൻഡ്രഫ് ഭയങ്കര പൊടി പോലെ ഇങ്ങനെ വരുന്നില്ല. അതെ അത് ഒരു സിവിയർ കണ്ടീഷൻ ആണോ, അത് അല്ലെങ്കിൽ ഇത് മാറുന്ന സംഭവമാണോ, അതെ ഇതെന്താ അതെ ഇങ്ങനെ അതെ വരുന്നത്? അതെ. പലപ്പോഴും ഈ ക്ലൈമാറ്റ് റിലേറ്റഡ് ആയിട്ട് അതായത് തണുപ്പ് കാലാവസ്ഥയിൽ നമുക്ക് ഈ പൊതുവെ നമുക്കറിയാം കൈയൊക്കെ ഡ്രൈ ആ, ആണ്, നമ്മുടെ ആ, ആ. സ്കിന്നൊക്കെ പൊളിഞ്ഞ് കൈയെല്ലാം കാണാൻ പറ്റും, ഉം. സ്കിൻ പൊളിഞ്ഞു ആ, അതെ. വരുന്നത്. നമുക്ക് കേരളത്തിലൊക്കെ അങ്ങനെ അധികം ഈ തണുപ്പ് കാലാവസ്ഥ ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ കുറവാണ്. പക്ഷേ
നോർത്ത് ഇന്ത്യയിലൊക്കെ അത് കൂടുതലായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ ഉള്ളപ്പം അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് ഈ ഓയിൽ ആപ്ലിക്കേഷൻ. അവർ എണ്ണ പുരട്ടി കുളിക്കുന്നു, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് എണ്ണ പുരട്ടുന്നു. ആ സ്ഥലത്ത് കിട്ടുന്ന എണ്ണ അവർ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു. സെയിം തിങ് തന്നെ നമുക്ക് തലയിലെ സ്കിന്നിൽ ആപ്ലിക്കബിൾ ആണ്. അതായത് നമ്മൾ തലയിലെ സ്കിൻ ഡ്രൈ ആകുമ്പോൾ ഈ താരം പോലെ തന്നെ അത് പൊടിയായിട്ട് ഡ്രൈനെസ് ഫീൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ആള് ഓയിലിംഗ് ചെയ്ത് ഒരു മൈൽഡ് ഷാമ്പു ചെയ്ത അവരുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ആകാം. അല്ല, അവർക്ക് ശരിക്കും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക തന്നെ ചെയ്യണം. ഈ മെലസീസിയ പോലുള്ള ഫംഗസ് ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടായിരിക്കണം അവർ ഈ ഓയിൽ ആപ്ലിക്കേഷൻ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വേറെയുള്ള സ്കാൽപ്പ് ഡിസീസസ്, നമ്മൾ ഈ സോറിയാസിസ് പറഞ്ഞല്ലോ, സ്കാൽപ്പ് സോറിയാസിസ് പറഞ്ഞു, അങ്ങനെയുള്ള എന്തെങ്കിലും, പിന്നെ ടീനിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്കാൽപ്പിൽ വരുന്ന, തലയിൽ വരുന്ന ഇൻഫെക്ഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അതൊന്നും അല്ല എന്നുകൂടെ ഉറപ്പുവരുത്തണം. അപ്പൊ എപ്പോഴും നമ്മളൊരു ഒരു ലക്ഷണം കണ്ട അത് ഇതാണ്, ഇത് ഒറ്റമൂലിയാണെന്നുള്ള രീതിയിൽ പോകാതെ ഇത് തന്നെയാണെന്നൊന്നൊരു ഡോക്ടറെ കണ്ട് അതൊന്ന് ഉറപ്പിച്ചിട്ട് അതിലേക്ക് ആ ഡോക്ടറുടെ നിർദ്ദേശം കൂടെ ഫോളോ ചെയ്യുക. നോർമലി അന്നേരം ഈ വിന്റർ ടൈമിൽ ഉണ്ടാകുന്ന ഈ പൊടി പോലുള്ളത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാധനം അല്ല, അത് ടൈം അതായത് കഴിയുമ്പോൾ മാറിക്കോളും. ഓൺലി ഡ്യൂറിങ് വിന്റർ ടൈം മാത്രമേ ഉള്ളെങ്കിൽ പ്രോബ്ലം നമ്മൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരു ഡ്രൈ സ്കാൽപ്പ് റിലേറ്റഡ് പ്രോബ്ലം ആകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു വ്യക്തമായ ചികിത്സ എടുത്തില്ലെങ്കിൽ അത് ആ കാലാവസ്ഥ മാറുമ്പോൾ പൂർണ്ണമായിട്ട് മാറാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഓയിലിങ്ങും മൈൽഡ് ഷാമ്പൂയും മാത്രം അങ്ങനെയുള്ള ഒരാൾക്ക് മതിയാവും. ഓക്കെ. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അയാള് ഗൾഫിലാണ് ഇപ്പോൾ. ഓക്കെ. നല്ല മുടിയുള്ള ഒരു മനുഷ്യനായിരുന്നു. നല്ല മുടി എന്ന് വെച്ചാൽ നല്ല മുടിയുള്ള മനുഷ്യനായിരുന്നു. ശരി, അയാൾക്ക് താരന്റെ പ്രശ്നം തുടങ്ങി, മുടി കൊഴിയാൻ തുടങ്ങി, മോള് മൊത്തത്തിൽ ബാൾഡായി. ഈ ഒരു സൈഡ് മാത്രമേ ഓ, ഉള്ളൂ. സ്റ്റിൽ താരനുണ്ട്. ഞാൻ ഓ, ഓ. അത്രയും ഡാൻഡ്രഫിന്റെ ആ ഒരു അറ്റാക്ക് ഞാൻ വേറെ കണ്ടിട്ടില്ല. അതായത് ഓ, മറ്റേ ഇത് പൊറ്റയില്ലേ, അതുപോലെ ഇങ്ങനെ ഇളകി വന്നിട്ട് ഇവിടെ ഫുള്ള് പാച്ചായി, പിന്നെ അത് താടിയിലേക്ക് വന്നു. ഓ, അപ്പൊ ഇയാള് നാട്ടിൽ വരുമ്പോഴെല്ലാം ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഓ. അതായത് നല്ല ചെലവുണ്ട്. ഈ അതെ, ട്രീറ്റ്മെന്റ് അതെ, എടുക്കും, അതെ. ഇതൊന്ന് കുറയും, ലീവ് കഴിഞ്ഞ് പോകും, തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് വീണ്ടും പോകും. വീണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ പാച്ചസ് ആവും. പുള്ളി അന്നേരം താടി വെച്ചിരിക്കുകയാണ്, പുള്ളിക്ക് ട്രിം ചെയ്യാനൊന്നും പറ്റില്ല. ട്രിം ചെയ്ത് കഴിഞ്ഞാൽ ഈ പാച്ചസ് എല്ലാം വിസിബിൾ ആവും. അതെ, അതെ. ഇതെന്താ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ റിക്കറിങ് അതെ, ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം പല പേഷ്യൻസിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവരുടെ ഹെയർ സ്റ്റൈലിംഗ് തന്നെ മാറ്റേണ്ടി വരുന്നു, താടി വെക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ താടി വെച്ച പ്രോബ്ലം കൂടുന്നുണ്ട് അവർ ക്ലീൻ ഷേവ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്നു. അങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസ്. അപ്പോൾ ഈ സ്കാൽപ്പ് ഡിസീസസ് ആണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. പ്യൂർലി ഡാൻഡ്രഫ് തന്നെ ആകണമെന്നില്ല. അപ്പോൾ ചിലർക്ക് ചില ഈ ഇൻഫ്ലമേറ്ററി ഡിസീസ്, നീർക്കെട്ട് കൊണ്ടുണ്ടാകുന്ന ചില സ്കിൻ ഡിസീസസ് അവർക്ക് തലയിൽ തുടങ്ങാം. അത് മുടി കൊഴിച്ചിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ. ടീനിയ എന്ന് പറയുന്ന നമ്മുടെ സ്കിന്നിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻ നമ്മുടെ തലയിൽ വരുമ്പോൾ അത് ആ രോമകൂപങ്ങളിലേക്ക് ആ അണുബാധയുടെ ലക്ഷണം വന്ന് നീർക്കെട്ട് ഉണ്ടാക്കി ആ രോമകൂപങ്ങളിൽ നിന്ന് ആ രോമം പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഹെയർ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളിൽ, ആ ഇൻഫെക്ഷൻ ബാധിച്ച ഭാഗങ്ങളിൽ ഹെയർ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. അത് കറക്റ്റ് സമയത്ത് നമ്മൾ ചികിത്സ എടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആ ഹെയർ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ ചില അസുഖങ്ങളിൽ ഇത് സിവിയർ ആയിട്ട് അവർ സ്കാറിങ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ സ്കിന്നിൽ ഡാമേജ് ഉണ്ടാക്കും, നീർക്കെട്ട് അധികം ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ പിന്നീട് ഹെയർ തിരിച്ചു വരിക എന്നുള്ള അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അല്ലെങ്കിൽ നമ്മൾ ലേറ്റർ സ്റ്റേജിലാണ് രോഗിയെ കണ്ട് ചികിത്സ എടുക്കുന്നെങ്കിൽ അവർക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള ചികിത്സകളിലേക്ക് പോകേണ്ടി വരും. അതും അത്രയും സ്കാറിങ് ഉള്ള സ്കിന്നിൽ അത്രയും എളുപ്പമായിരിക്കത്തില്ല. ഈ പാച്ചസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് പാടെ. സ്കാൽപ്പിൽ നമ്മളെ കട്ടിയുള്ള പാടുകൾ കട്ടിയുള്ള ഒരു സ്കാറിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നോർമലി നമ്മളൊരു ട്രീറ്റ്മെന്റ് മരുന്ന് പുരട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിതിൽ PRP ചെയ്തുകൊണ്ടോ ചിലപ്പം ഹെയർ ഗ്രോത്ത് എളുപ്പം വരണമെന്നില്ല. അതിന് ചില മരുന്നുകളുണ്ട്, അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മരുന്നുകളുണ്ട്. അത് ഏർലി സ്റ്റേജസ് ഹെൽപ്പ് ചെയ്യും. ഈ ഇൻഫ്ലമേറ്ററി ഡിസീസിലെ ഞാൻ പറഞ്ഞു, നീർക്കെട്ട് കൊണ്ട് ഉണ്ടാകുന്ന ഈ സ്കിന്നിൽ വരുന്ന ഡാമേജ് കൊണ്ട് ഹെയർ ലോസ് ഉണ്ടാകുന്ന അസുഖങ്ങളിൽ ഈ പറഞ്ഞ ഇഞ്ചക്ഷൻസ് ഏർലി സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഗുളികൾ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഒത്തിരി വൈകിയാണ് രോഗി ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിൽ ഇതൊന്നും ഫലപ്രദമാവില്ല. അപ്പൊ നമ്മൾ ഹെയർ വേറൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരും. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. വേറെ ഓപ്ഷൻസ് കുറവായിരിക്കും. ഓക്കെ. എനിക്ക് നല്ല മുടിവീഴ്ചലുണ്ട്. പക്ഷെ അത് ഇത്ര കണ്ടാ തോന്നുന്നില്ല, പക്ഷേ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ടൈമിൽ നന്നായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ടാബ്ലറ്റ് തന്നു, ഡെയിലി നൈറ്റ് കഴിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്പ്രേ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ കുറെ നാൾ യൂസ് ചെയ്ത ടൈമിൽ എനിക്ക് നന്നായിട്ട് കുറഞ്ഞു. അതായത് നന്നായിട്ട് കുറഞ്ഞു, തീരെ ഇല്ലാതായി. പക്ഷെ ഇത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വന്നു. നിർത്താനുണ്ടായ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് മരുന്ന് കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് കണ്ടു, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞത്, നിനക്ക് മുടി കൊഴിയാതിരിക്കണമെങ്കിൽ നീ മരുന്ന് കഴിക്കണം. നിനക്ക് എന്ന് വരെ മുടി വേണോ അന്ന് വരെ നീ മരുന്ന് കഴിക്കണം എന്നത്. ഇങ്ങനെ ഉണ്ടോ? അല്ല, അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് നിരന്തരം കഴിക്കുക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടല്ലേ. രോഗിയായോ? അതെ. ഞാൻ പിന്നെ കഴിച്ചില്ല. ഞാൻ പോന്നെങ്കിൽ പോട്ടെ, പിന്നെ നോക്കാന്നായി. ഇങ്ങനെയാണോ നമ്മൾ പുരുഷന്മാരിൽ വരുന്ന ഒരു പ്രധാന ഹെയർ ലോസ് ആണ് ഈ ആൻഡ്രോജനിക് അലോപേഷ്യ എന്ന ശാസ്ത്രീയ നാമമുള്ള
നമ്മൾ സാധാരണ കഷണ്ടി എന്നൊക്കെ പറയുന്ന അത് പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിൽ അത് ബാധിക്കാം. പക്ഷേ പുരുഷന്മാരിൽ വരുന്ന ഹെയർ ലോസിൽ നല്ല ശതമാനം ഇത് തന്നെയാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒറ്റയടിക്ക് കഷണ്ടി വരിക എന്നുള്ളതല്ല. മുടി കൊഴിച്ചിൽ തുടങ്ങി നമ്മൾ ഉള്ളു കുറയുക, ഡെൻസിറ്റി കുറഞ്ഞ് ഗ്രാജുവലി ഒരു ഭാഗത്ത് നമ്മുടെ സ്കാൽപ്പ് കാണുന്ന രീതി, അത് ചിലപ്പോൾ ബാക്കിലോ അല്ലെങ്കിൽ നെറ്റ് കയറുന്ന രീതിയിലോ ആകാം. അതൊരു 50% 50% മെയിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ പുരുഷന്മാരിൽ 50% ആൾക്കാർക്ക് വരുമെന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ നല്ല മെജോറിറ്റി ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരുവിധം എല്ലാവർക്കും അത് അതിന്റെ എപ്പോഴെങ്കിലും നമ്മുടെ ഏജിൽ അത് വരാം. അവരുടെ പ്രായം ഒരു 20-25 വയസ്സ് മുതൽ ചിലപ്പോൾ ഒരു 40-50 വയസ്സിനിടയിൽ എപ്പോഴെങ്കിലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുന്ന ഹെയർ ലോസ് യൂഷ്വലി അവരുടെ പാരമ്പര്യം ഉണ്ടാവും, പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാവും. പിന്നെ എൻവയോൺമെന്റിലുള്ള ചില കാര്യങ്ങൾ, നമ്മളെ ഫുഡിലുണ്ടായ മാറ്റം, ഡെഫിഷ്യൻസീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോൺ വ്യത്യാസങ്ങൾ, സ്ട്രെസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഇതൊക്കെ കൊണ്ട് അത് കൂടും. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഈ ഒരു ചെറിയ രീതിയിൽ ഒരു ഹെയർ ഗ്രോത്ത് മാത്രമേ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്നുള്ള മുടി കൊഴിച്ചിൽ കുറയണമെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ടൈം ട്രീറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം ഓൺഗോയിങ് ആണ്. ഇപ്പൊ നമ്മളൊരു ചികിത്സ എടുത്തു അത് കുറഞ്ഞെങ്കിലും ജനിതകമായ കാരണം കൊണ്ട് പിന്നീട് മുടി കൊഴിയാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ അതിനൊരു ഒരു മെഡിസിൻ, ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് എപ്പോഴും നല്ലതാണ്. അതായിരിക്കും ഡോക്ടർ മീൻ ചെയ്യുന്നത്. എന്തോ അത് പെരട്ടുന്ന രീതിയിലാണ് യൂഷ്വലി നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറ്. കാരണം ഗുളികകൾ കഴിക്കുക എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അല്ലെങ്കിൽ 4-5 വർഷം കഴിക്കുക എന്നൊക്കെ ആയിരിക്കും ഡോക്ടർ സാധ്യത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് എപ്പോഴും രോഗിക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ കാര്യം. 5 വർഷം ഒരു ഗുളിക മുടിക്ക് വേണ്ടി കഴിക്കണോ എന്ന് ചോദിക്കുമ്പോൾ പെരട്ടുന്ന മരുന്നുകളാണ് ആദ്യമേ പ്രിഫർ ചെയ്യുന്നത്. സാധാരണ ഒരു നല്ല 80% ആൾക്കാരെല്ലാം അത് മതിയാവും. പക്ഷെ അതൊരു റുട്ടീന്റെ ഭാഗമാക്കി നമ്മൾ ഡെയിലി ബേസിസിൽ 2 നേരം ഒരു സ്പ്രേ അടിക്കുക എന്നുള്ള രീതി മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതൊരു നമ്മൾ രാവിലെ എടുത്ത് ബ്രഷ് ചെയ്യുന്നു, എന്തിനാ രാവിലെ ബ്രഷ് ചെയ്യുന്ന ആരും ചോദിക്കുന്നില്ല. അപ്പൊ അങ്ങനെ തന്നെ ഒരു നമ്മുടെ ഡെയിലി റുട്ടീന്റെ ഭാഗമാക്കി മാറ്റിയാൽ ഇറ്റ് വിൽ ഹെൽപ്പ്. അതുപോലെ ഒരു ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അത് ഹെൽപ്പ് ചെയ്യും. നമുക്കത് മുടിയെ പിടിച്ചു നിർത്താൻ പറ്റും. ഡെയിലി ബ്രഷ് ചെയ്യുന്ന പോലെ ഇത് ചെയ്യുക. അപ്പൊ രാവിലെ ബ്രഷിങ് ആൻഡ് കുളി കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ ഒരു മുടി ഉണങ്ങിയ ഉടനെ ഞാൻ സ്പ്രേ ചെയ്യാൻ ആ പേഷ്യൻസിനോട് പറയാറുള്ളത്. അതുപോലെ കിടക്കുന്നതിന് ഒരു 1/4 മണിക്കൂർ മുമ്പ് സ്പ്രേ ചെയ്തിട്ട് കിടക്കുക. അപ്പൊ നമ്മൾ ഡെയിലി റുട്ടീൻ ആക്കി കഴിഞ്ഞാൽ അത് നമ്മൾ മറക്കത്തില്ല. അപ്പൊ നമ്മൾ അത് അതിന്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. കാരണം അത്രയും നല്ല റിസൾട്ട് കിട്ടുന്ന വേറൊരു ട്രീറ്റ്മെന്റ് ഇല്ല സ്പ്രേ ചെയ്യുന്നതിന്. മിനോക്സിൽ എന്ന് പറഞ്ഞ മരുന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. അത് ഡ്രോപ്പർ ആയിട്ടുണ്ട്, നമുക്ക് തുള്ളി മരുന്ന് പോലെ ഉപയോഗിക്കാം, സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം, ഫോം ആയിട്ടുണ്ട്. അത് നമുക്ക് ഈസി ആയിട്ട് പരട്ടാൻ പറ്റുന്ന പല പല ഫോർമുലേഷൻസ് അവൈലബിൾ ആണ്. 2 നേരമാണ് ഉപയോഗിക്കേണ്ടത്. സാധാരണ ഇതിൽ നമ്മളൊരു 5%-ലൊക്കെയാണ് തുടങ്ങുന്നത്. പല സ്ട്രെങ്തിൽ അവൈലബിൾ ആണ്. സ്ത്രീകൾക്ക് ഒരു 2% മുതൽ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു റുട്ടീനിൽ ഒരു 3-4 വർഷം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഹെയർ ലോസ് പ്രശ്നങ്ങൾ, ഈ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസും ഈ ഇടയ്ക്കുണ്ടാകുന്ന ഡെഫിഷ്യൻസീസും കാര്യങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരു പരിധി വരെ അതിൽ കൺട്രോൾഡ് ആയിക്കോളും. ടാബ്ലറ്റ്സും കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഇനീഷ്യലി കുറച്ചൊരു 3-4 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ ടാബ്ലറ്റ്സ് കൊടുക്കാറുള്ളൂ. ബാക്കി ഈ ഒരു ഒറ്റ സ്പ്രേ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആഴ്ച 2 ദിവസം ഒരു മെഡിക്കേറ്റഡ് ഷാമ്പൂ കൂടെ യൂസ് ചെയ്താൽ നമ്മുടെ ഹെയർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ അയാളുടെ കൂടെ ഞാൻ ട്രാൻസ്പ്ലാന്റിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഡോക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവണമെന്നില്ല, അതുപോലെ എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം പുള്ളി പറഞ്ഞപ്പോൾ അത് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, കുറേ അധികം ടെസ്റ്റുകൾ ചെയ്യും. അതിനകത്ത് ഒരു ടെസ്റ്റ് ഉണ്ട്, അത് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ടൈം നോക്കുന്ന. അത് ഇല്ലെങ്കിൽ, അത് ഇത്ര ടൈമിനുള്ളിൽ ക്ലോട്ട് ആയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പ്രൊസീജിയർ നിങ്ങൾ ചെയ്യില്ലെന്നാ പറഞ്ഞത്. അത്രയൊരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ആണോ ട്രാൻസ്പ്ലാന്റ് എന്നുള്ളത്? കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ എന്നുള്ളതല്ല, നമ്മള് ഒരു സേഫ് പ്രൊസീജിയറാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ്. പക്ഷെ നമ്മൾ ആ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് നമ്മൾ പാലിക്കുന്ന ചില മുൻകരുതൽ കൊണ്ടാണ് അത് സേഫ് ആവുന്നത്. അപ്പോൾ നമ്മൾ പല ന്യൂസുകളിലും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കേരളത്തിലൊക്കെ ഹെയർ ട്രാൻസ്പ്ലാന്റ് മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വായിച്ചു നമ്മൾ പത്രത്തിലെ ന്യൂസിലൊക്കെ ആയിട്ട്. പക്ഷെ അത് എല്ലാ പ്രിക്കോഷൻസും നമ്മൾ ഇന്റർനാഷണൽ ഗൈഡ് ലൈൻസ് പറയുന്ന എല്ലാ മുൻകരുതലും എടുത്തുകൊണ്ട് അത് സർജറി ചെയ്യണത് വളരെ സിമ്പിളും സേഫും ആയിട്ടുള്ളൊരു സർജറിയാണ്. നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് ഡെർമറ്റോളജിസ്റ്റുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻസോ മാത്രമേ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാര് അവരുടെ നിരീക്ഷണത്തിൽ പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിൽ വളരെ സേഫാണ്. അപ്പൊ അതാണ് ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ അവർ നിർദ്ദേശിക്കാൻ കാര്യം. കാരണം ഏതൊരു ഓപ്പറേഷൻ ആണെങ്കിലും നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം ബ്ലീഡിംഗ് ആണ്.
ഉം. ഒരു സ്കിന്നിൽ നമ്മളൊരു ഇൻസിഷൻ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ രക്തസ്രാവം കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യം. ഉം. അത് നിന്നില്ലെങ്കിലാണ് കോംപ്ലിക്കേഷൻ വരുന്നത്. അതെ, അതെ. അപ്പൊ ആ ബ്ലഡ് ക്ലോട്ടിംഗ് നോർമൽ ആണോ എന്ന് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയുള്ള വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സർജറിയിൽ നമ്മൾ ഓപ്പറേഷന്റെ സമയത്ത് ഉപയോഗിക്കുന്ന മരവിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളും അതിന്റെ അളവും. ഉം. അപ്പൊ അതിന് ടെസ്റ്റ് ഡോസ് ഒക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് അലർജി ഇല്ല, മരുന്ന് ധൈര്യമായിട്ട് ഉപയോഗിക്കാന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അതൊരു കോംപ്ലിക്കേഷൻ വളരെ കുറവുള്ള ഒരു സർജറിയായി മാറും. അല്ലെങ്കിൽ നമുക്ക് അതൊരു ഒരു വളരെ ഈസി ആയിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സൈഡ് ഇഫക്റ്റോ ഇല്ലാതെ ഡോക്ടർ പറയുന്ന സമയത്ത് നമുക്ക് സർജറി ഫിനിഷ് ചെയ്ത് അത് ആ നോർമൽ ഹെയർ ഗ്രോത്തിലേക്ക് വരികയും ചെയ്യും. പക്ഷെ പ്രിക്കോഷൻസ് ഒന്നും നോക്കാതെ വന്നോളൂ ഇന്ന് തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരു വിഭാഗം ഡോക്ടേഴ്സ് തന്നെ ആകണം എന്നില്ല. ഉം. ചില ടെക്നീഷ്യൻസ് ഒക്കെ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ചെയ്യുമ്പോഴാണ് ഈ നമ്മൾ ന്യൂസിലൊക്കെ വായിക്കുന്ന പോലുള്ള കോംപ്ലിക്കേഷൻസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ റീസെന്റ് കൊച്ചിയിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തായിരുന്നല്ലോ. അതെ തന്നെ, അതെ തന്നെ. അതെ, അതെ. അതൊക്കെ എന്താണ് സംഭവം? ഡോക്ടർ എന്തായാലും തിരക്കിയിട്ടുണ്ട്. അതെ, അതെ. നമ്മൾക്ക് ഒരു കേസ് വന്നിരിക്കുന്നത് ഒരു വളരെ കോമൺ ആയിട്ട് കാണാത്ത ഒരു ഇൻഫെക്ഷൻ ഉം. ആ രോഗിയുടെ തലയിൽ ബാധിക്കുകയും സ്കിന്നിൽ ബാധിക്കുകയും തന്മൂലം ഒന്നിലധികം സർജറി ചെയ്ത് ഉം. അദ്ദേഹത്തിന് കുറച്ച് മുടി ഉണ്ടായിരുന്നു. ബാക്കി മുടി കൂടെ ഡെവലപ്പ് ചെയ്യാനാണ് ഇത് ചെയ്തത്. പക്ഷെ ഉം. ഒത്തിരി ഏരിയയിലെ ഹെയർ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഉം. ചില കേസസ് ഓഫ് മരണം സംഭവിച്ചിട്ടുണ്ട് കേരളത്തിന് വെളിയിലായിട്ട്. അതെ, അതെ. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉം. ആയിട്ട് അതെ. അങ്ങനെ ഡെത്ത്സ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഉപയോഗിക്കുന്ന ലോക്കൽ അനസ്തീഷ്യയുടെ ഓവർഡോസും അലർജി അനാഫിലാക്സിസ് എന്ന് പറഞ്ഞ അലർജി കൊണ്ടൊക്കെയാണ് അത് ഉം. സംഭവിച്ചെന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷെ ഇതൊക്കെ നമുക്ക് അവോയ്ഡബിൾ കോംപ്ലിക്കേഷൻ ആണ്. പക്ഷെ ഏതൊരു പ്രൊസീജിയറിനും മനുഷ്യന് കഴിവിനും മുകളിലൊരു റിസ്ക് ഉണ്ട് എപ്പോഴും. ഓക്കെ. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ നമുക്ക് അറിയാവുന്ന നോളജ് വെച്ചിട്ട് ഉം. എങ്ങനെയൊക്കെ മുൻകരുതൽ എടുക്കാം, ഒരു ഒരു രോഗിക്ക് ഒരു ഒരു ജീവഹാനി ഉണ്ടാകാതെ, ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാതെ, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാതെ എന്തൊക്കെ മുൻകരുതൽ നമ്മുടെ അറിവ് അനുസരിച്ച് ചെയ്യാം, അതെല്ലാം ഫോളോ ചെയ്താൽ ഒരു 99% സേഫ് തന്നെയായിരിക്കും. അപ്പൊ ഈ നിങ്ങൾ ഇന്ന് തന്നെ വന്നോ, ഇന്ന് തന്നെ ചെയ്യാന്ന് പറയുന്നിടത്ത് പോവാതിരിക്കുന്നതാണല്ലേ നല്ലത്. തീർച്ചയായിട്ടും. ഓക്കെ. അതുപോലെ ഡാൻഡ്രഫിന്റെ കാര്യത്തിലേക്ക് തന്നെ. ഈ ഡാൻഡ്രഫ് ഇരുന്ന് അത് കൂടി 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 അത് സോറിയാസിസിലേക്ക് വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതങ്ങനെയാണോ വരുന്നത് അതോ? അല്ല, സോറിയാസിസിന്റെ രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ വളരെ മൈൽഡ് ആയിരിക്കും ഉം. തുടക്കത്തിൽ. അപ്പം നമ്മളിപ്പോൾ കാണുന്ന നമ്മൾ ന്യൂസിലോ അല്ലെങ്കിൽ ടി വിയിലോ ഗൂഗിളിലോ ഒക്കെ കാണുന്ന സോറിയാസിസിന്റെ പടങ്ങൾ ഒറ്റയടിക്ക് വരുന്നതല്ല. ഉം. ആ രോഗിക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു പാട് തലയിലോ കൈമുട്ടിലോ കാൽമുട്ടിലോ ആയിരിക്കും തുടങ്ങിയത്. അത് നിഗ്ലക്റ്റ് ചെയ്യപ്പോഴോ അല്ലെങ്കിൽ അത് വേണ്ട വിധം ചികിത്സിക്കാത്തപ്പോഴോ ആണ് അത് വ്യാപിച്ച് ശരീരം മുഴുവൻ വളരെയധികം കൂടുതലുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. ഉം. അപ്പം അങ്ങനെയുള്ളൊരു ചെറിയ പാടാണ് അല്ലെങ്കിൽ ഒരു സ്കെയിലിംഗ് ആണ് സ്കാൽപ്പിൽ തുടങ്ങിയതെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഷാമ്പു ഉപയോഗിച്ചാലോ ഈ പറഞ്ഞ എണ്ണയുടെ കാര്യങ്ങളൊക്കെ ചെയ്താലോ ഒന്നും അങ്ങനെ കുറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു ഒരു ബ്ലാങ്കറ്റ് ചികിത്സ എല്ലാത്തിനും പറ്റില്ല. നമ്മളിപ്പോൾ ഒരു തലവേദന വന്നു, നമ്മളൊരു ഒരു പാരസെറ്റമോൾ ഗുളിക കഴിച്ചു മാറിയില്ല, പിന്നെയും വേദന വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കാണും എന്തായാലും. ഉം. കാരണം അത് ചിലപ്പോൾ ഒരു മൈഗ്രെയിൻ ആയിരിക്കാം, ചിലപ്പോൾ സൈനസ് ആയിരിക്കാം, അതെ. ചിലപ്പോൾ വേറെ പ്രശ്നമായിരിക്കാം. അപ്പോൾ ഡോക്ടർ ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ പരിശോധനയോ നിർദ്ദേശിക്കും. അങ്ങനെ ആ നിർദ്ദേശിക്കുന്നതിലൂടെ എന്താ കാരണം എന്ന് മനസ്സിലാവും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്ത് ഈ മാറാത്ത കേസസ് എല്ലാ താരനും ഈ പരിശോധന ചെയ്യണമെന്നല്ല ഞാൻ ഉം. പറഞ്ഞത്. പക്ഷേ മാറാതെ നിൽക്കുന്ന സിവിയർ ആയിട്ടുള്ള സിവിയർ കേസസ്. ആയിട്ടുള്ള ഓക്കെ. കേസസ് സാധാരണ ഒരു ചികിത്സ നമ്മൾ സാധാരണ കൊടുക്കുന്ന ആന്റി ഫംഗൽ ചികിത്സ റെഗുലർ ആയിട്ട് എടുത്തിട്ടും അത് മാറുന്നില്ലെങ്കിൽ, ഉം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡ്രൈ വിന്ററിലും വളരെയധികം കൂടി എണ്ണയൊന്നും പറ്റിയിട്ട് നിൽക്കുന്നില്ല, ഓക്കെ. അങ്ങനെ ഒരു കേസാണെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ടെസ്റ്റ് അല്ല. ഒരു ചെറിയൊരു ഡ്രസ്സിങ് 1-2 ദിവസം വെച്ചാൽ മതി. ഉം. ഒരാഴ്ച 2 മുതൽ 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പ്രശ്നം സാധാരണ ഒരു പ്രോബ്ലം ഡാൻഡ്രഫ് ആണോ, ഈ പറഞ്ഞ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആണോ, അതോ പലതരം. സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ ഓക്കെ. എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. പക്ഷേ ഉം. ഏർലി സ്റ്റേജ് ആണെങ്കിൽ ചിലപ്പോൾ ഈ ടെസ്റ്റിലും അത് മിസ്സാകാം. ഉം. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഇല്ലാന്ന് ആദ്യം അറിഞ്ഞെങ്കിലും പിന്നീട് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലെങ്കിൽ വിത്ത് ട്രീറ്റ്മെന്റ് നമ്മൾ അത് വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ടെസ്റ്റ് ചിലപ്പോൾ വേണ്ടി വരും. ഉം. നമ്മൾ ഒത്തിരി പേഷ്യൻസിൽ അവരുടെ ഹിസ്റ്ററി അവർ പറയുമ്പോൾ സാധാരണ പറയുന്നത് സോറിയാസ് ഉള്ളവർ പറയുന്നത് തലയിലാ തുടക്കം എന്നാ തലയിൽ പറയുന്നത്. എല്ലാവരെയും തലയിൽ മോസ്റ്റ്ലി തലയിലായിരിക്കും. മോസ്റ്റ്ലി മോസ്റ്റ്ലി ചിലർക്ക് തലയിൽ. കാലിലെ ബോഡിയിലൊക്കെ വന്നിട്ട് പക്ഷെ ഉം. തലയിലെ മിസ് ചെയ്തു പോകും അവര്. അവരത് കണ്ടുപിടിക്കാതെ അത് താരനാണെന്ന് വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും ഇരിക്കുന്നത്. ഉം. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാര്യം. നമ്മളൊരു പല ഒറ്റമൂലി പരീക്ഷിക്കുന്നതിലും ആ. പരിശോധനയാണ് ഫസ്റ്റ്. ഓക്കെ. പരിശോധനയിൽ കുഴപ്പമില്ല, നമുക്ക് മനസ്സുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ആകാം. ഈ ഹൈജീൻ ഇഷ്യൂസ് കൊണ്ടാണോ ഈ സോറിയാസിസ് വരുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ ഇത് ആ, വരാനുള്ളത്?
ഹൈജീൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഹൈജീൻ എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഒരു ഇൻഡിസിപ്ലിൻ ലൈഫ് ആണെങ്കിൽ അതൊരു ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് കൂടുതൽ ചാൻസസ് അതെ, ഉണ്ട്. നമ്മളിപ്പോ ഒരു 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 ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യുന്നില്ല, ജങ്ക് ഫുഡ്സ്, സ്ലീപ്പ് ഒന്നും പാറ്റേൺ കറക്റ്റ് അല്ല, പ്ലസ് നമുക്കൊരു ജെനറ്റിക് ഫാക്ടർ ഉണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും സോറിയാസിസ് ഉണ്ട്, ആ ഒരു ജീൻസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എൻവയോൺമെന്റൽ ട്രിഗർ, ഇത് Okay. അതാണ് നമ്മുടെ അന്തരീക്ഷത്തിൽ, അത് ആ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒട്ടും പ്രോപ്പർ അല്ലെങ്കിൽ അതൊരു റിസ്ക് ആണ്. Okay. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏർലി വരാനൊരു സാധ്യതയുണ്ട്. പക്ഷേ ജീൻസ് ഇൻഹെറിറ്റ് ചെയ്തു, വളരെ ഡിസിപ്ലിൻ ലൈഫാണ്, ഒരു പ്രോപ്പർ സ്ലീപ്പ് ഉണ്ട്, ഹെൽത്തി ഫുഡേ കഴിക്കുള്ളൂ, വേറെ ദുശീലങ്ങളൊന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത കുറവാന്ന് പറയാം. പക്ഷെ സ്റ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ജീൻസ് എപ്പോഴാണ് അത് ആക്റ്റീവ് ആവുന്നത് നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല. ചിലപ്പോൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ചില വൈറൽ ഇൻഫെക്ഷൻസിലൊക്കെ അല്ലെങ്കിൽ ഇത് ട്രിഗേർഡ് ആകാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വരാം. അപ്പോൾ നമ്മളിപ്പോൾ എപ്പോഴും ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയതുകൊണ്ട് അസുഖം വരില്ല എന്ന് 100% പറയാൻ പറയാൻ പറ്റില്ല. പറ്റില്ല. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അല്ല, അന്നേരം ഇപ്പോ ഡിസിപ്ലിൻഡ് ആയിട്ട് പോകുന്ന ഒരാൾ ഇപ്പൊ വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിച്ച് അതിലൂടെ ട്രിഗേർഡ് യെസ്, ആയിട്ടും യെസ്, സോറിയാസിസ് വരാം യെസ്. അല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബീറ്റാ ബ്ലോക്കേഴ്സ്, ഈ പറഞ്ഞ പ്രഷറിനൊക്കെ കൊടുക്കുന്ന ചില മരുന്നുകൾ, അതുപോലെ വേദന സംഹാരികൾ, അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് സോറിയാസിസ് ഉള്ള ജീൻസ് അവർ ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടുകൂടെ വരണം. ഇപ്പോൾ 1+1 2 എന്ന് പറഞ്ഞാൽ 1+1 ആണ്. ആ രണ്ട് വണ്ണൂടെ വന്നാലേ 2 ആവുള്ളൂ. ഓക്കെ. അപ്പോൾ അത് രണ്ടുകൂടെ വരുമ്പോഴും വരും. അപ്പോൾ വേദന സംഹാരി ഉപയോഗിക്കുന്നു, പക്ഷെ അവർക്ക് ജീൻസ് ഇൻഹെറിറ്റ് ചെയ്തില്ലെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. ആ, അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ഇതുണ്ടെങ്കിൽ ലിങ്ക് ഇത് ലിങ്ക് വരും. വരും. അതെ, ആ, യെസ്. ഓക്കെ, ഓക്കെ. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് ഈ ഭയങ്കര സോറിയാസ് വന്ന് ദേഹം മൊത്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ആ. അന്നേരം ഇത് ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഡിസീസ് ആണോ? സോറിയാസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുടെ ഇടയിൽ, നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഒത്തിരി ഒരു പേടിയുള്ള ആ, അസുഖമാണ്. പേടിയാണ്. അതെ, അതെ. ആ. കാരണം ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ആണ്, കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയാണ്. സോറിയാസിസ് പറഞ്ഞാൽ പോയി, അതെ, കാര്യം ആ, പോയി ഒരു അവസ്ഥയാണ്. സത്യം, സത്യം. പക്ഷേ അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമല്ല സോറിയാസിസ്. ഒന്നാമത് അത് പ്യുവർലി ഒരു സ്കിൻ ഡിസീസ് മാത്രമല്ല അത്. കാരണം സോറിയാസിസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്കിന്നിലും അതുപോലെ തന്നെ ജോയിന്റ്സിലും ബാധിക്കാം. ചിലപ്പോൾ അത് നമ്മുടെ ലിവറിനെ ബാധിക്കാം, അകത്തുള്ളിൽ അകത്തും ഉള്ളിൽ ബാധിക്കാം. വരാം. യെസ്, ഉള്ളില് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിനെ അത് നീർക്കെട്ടുണ്ടാക്കാം. അപ്പൊ അങ്ങനെയുള്ളവരിൽ ഈ പറഞ്ഞ ഹൃദയസ്തംഭനം, ഹാർട്ട് അറ്റാക്സ്, അതുപോലെ സ്ട്രോക്ക്, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ ഫാറ്റി ലിവർ ഡിസീസ് നമുക്ക് അറിയാം, നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്നതാണെങ്കിലും സോറിയാസ് ഉള്ളവരിൽ അതിന്റെ സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഉള്ളിലും നമ്മുടെ ശരീരത്തിനകത്തും രോഗത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ്. ആ രീതിയിൽ സോറിയാസിന് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ ഒത്തിരി ആൻഷ്യസ് ആയിട്ട് ഡിപ്രസ്ഡ് ആവേണ്ട ഒരു രോഗമല്ല, കാരണം അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. പലരും സ്കിൻ ഡിസീസിനെ കാണുന്നത് ഒരു ചികിത്സ ചെയ്ത് അപ്പം തന്നെ അതങ്ങ് മാറണം, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ കാര്യം പ്രശ്നമാണെന്നുള്ളതാണ്. അത് സോറിയാസിന്റെ കേസിൽ കറക്റ്റ് അല്ല. കാരണം അത് ഒരു തുടർ ചികിത്സ ആവശ്യമുണ്ട്. നമ്മൾ അസുഖത്തിന്റെ ലക്ഷണം ഉണ്ട് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പ്രൊളോങ്ഡ് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ആവശ്യം വരും. ചിലപ്പോൾ ഒരു 6 മാസം വരെയൊക്കെ ചികിത്സ എടുക്കേണ്ടി വരും. 6 മാസം എടുക്കും. ചിലർക്ക് അതിന് മുകളിലും വേണ്ടി വരും. അപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെന്റ്സ് അത് ക്രീമുകൾ തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഗുളികളായിരിക്കും, ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് ആയിരിക്കും. അപ്പൊ അതിന്റെ കാലാവധി, അതിന്റെ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അസുഖം കുറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ള. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് അസുഖം മാറി നാളെ മുതൽ ഞാൻ മരുന്നെല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു, ഞാൻ ഫ്രീ ആന്ന് പറഞ്ഞ് അങ്ങനെ പോകാന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും അസുഖം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ഒരു ഫോളോ അപ്പിൽ വേണം മരുന്ന് തുടങ്ങേണ്ടതും മരുന്ന് നിർത്തേണ്ടതും. അപ്പോൾ നമ്മൾ യൂഷ്വലി പറയാറുള്ളത്, മരുന്ന് തുടങ്ങി അസുഖം കുറഞ്ഞാൽ അത്രയും ചികിത്സ ചിലപ്പം അത്രയും കൂടി എടുക്കും നിർത്താൻ. അതായത് ഒരു 6 മാസം കൊണ്ട് ഒരു രോഗിയുടെ അസുഖം ഒരു 90% മാറിയെങ്കിൽ ചിലപ്പോൾ ഒരു 6 അല്ല, ചിലപ്പോൾ ഒരു വർഷത്തിലധികം എടുക്കാൻ നമുക്ക് മരുന്ന് കുറയ്ക്കാനായിട്ട്. മരുന്ന് കുറച്ച് നിർത്തിയാൽ നമ്മളൊരു ഒബ്സർവേഷൻ പീരീഡ് ഉണ്ട്, ചിലർക്ക് അത് തിരിച്ചു വരാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചില മരുന്നുകളാണെങ്കിൽ നമ്മളൊരു മെയിൻ്റനൻസ് ഫേസ് ഉണ്ട്. അതായത് മരുന്നുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർട്ടിക്കുലർ അളവിൽ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക, അത് വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള വർഷങ്ങളോളം കഴിക്കേണ്ടി വരും. വർഷങ്ങളോളം. ഇപ്പൊ ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു ഇഞ്ചക്ഷൻ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ഒരു വർഷത്തിൽ എല്ലാ 3 മാസം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 4 ഇഞ്ചക്ഷനേ വരുന്നുള്ളൂ. ഓക്കെ. ബാക്കി ഒരു ചികിത്സ അവർക്ക് വേണ്ട, ഈ ഇഞ്ചക്ഷൻ മാത്രം എടുത്താൽ മതി. ഇഞ്ചക്ഷൻ മാത്രം മതി. ഓക്കെ. അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോ വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ ഒക്കെ എല്ലാ വർഷവും, അല്ലെങ്കിൽ നമ്മൾ ഓരോ കുത്തിവെപ്പ് എടുക്കുമല്ലോ. ശരിക്കും അത് ഒരു കുത്തിവെപ്പിനൊക്കെ 4 കുത്തിവെപ്പ് എടുക്കുന്നു വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ ഒരു വലിയൊരു ചികിത്സ എന്ന് അതിനെ കാണുകയും വേണ്ട. ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് വരെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിന് വലിയൊരു ബേജാറോടുകൂടി ഇതിനെ കാണേണ്ട കാര്യമില്ല. കാരണം അത്രയും ഒരു സ്റ്റിഗ്മ സോറിയാസിസിനുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. കാരണം സോറിയാസിസ് വന്നു കഴിഞ്ഞാൽ അവർക്ക്
അവരുടെ സോഷ്യൽ ലൈഫിലും ഫാമിലി ലൈഫിലും അവരൊക്കെ ഐസൊലേറ്റഡ് ആയി പോവുക. അതെ അതെ ഫംഗ്ഷൻസിനൊന്നും പോകത്തില്ല. അവരുടെ കൊച്ചുമക്കളെ ഒന്നും എടുക്കാൻ അവർക്ക് പേടി, പകരുവോ? അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുടെ ഉള്ളിൽ വിഷമങ്ങൾ അവർ നമ്മുടെ ഒ.പി റൂമിൽ വന്ന് ഷെയർ ചെയ്യാറുണ്ട്. ഈ ര പകരത്തില്ല. പകരത്തില്ല 100% സോറിയാസിസ് പകരത്തില്ല. പകരത്തില്ല. ഇല്ല. ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നത് പകരും ആണല്ലേ? അങ്ങനെയാ. കാരണം ഇക്കറിയത്തില്ലേ അവര് യൂസ് ചെയ്തൊന്നും ഉപയോഗിച്ചുകൂടാ അതെ, അങ്ങനെ അതെ. ഇങ്ങനെയൊന്നും അല്ല അത് ഒത്തിരി സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പൊ സോറിയാസിസ് മാത്രമല്ല. വേറെ ചില സ്കിൻ ഡിസീസ് ഒരാളുടെ കയ്യിൽ കണ്ടാൽ അവർക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ആരാണെങ്കിലും ഒന്ന് മടിക്കും. ഒരു ഡെർമറ്റോളജിസ്റ്റ് ചിലപ്പോൾ മടിക്കില്ല. അവർക്കത് കാര്യം മനസ്സിലാവും. ഒരു കൈ അവരുടെ പിടിക്കുകയും എക്സാമിൻ ചെയ്യുകയും ചെയ്യും. പക്ഷേ ബാക്കി പലരും അത് മടിക്കും. ഇപ്പൊ നമ്മള് ബസ്സിലാണെങ്കിലും ഒരു വെള്ളപ്പാണ്ടുള്ള രോഗിയെ കണ്ടാൽ അവരുടെ അടുത്തിരിക്കാൻ ചിലപ്പം എല്ലാവരും ഒന്ന് മടിക്കാം. പക്ഷെ അതും പകരുന്ന അസുഖമല്ല. അല്ല. അപ്പൊ ത്വക്ക് രോഗങ്ങളില് ഈ ഫംഗൽ ഇൻഫെക്ഷൻസും അതുപോലെയുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും വൈറൽ ഇൻഫെക്ഷൻസും മാത്രമേ പകരുന്നുള്ളൂ. ഓക്കെ. ബാക്കിയുള്ള രോഗങ്ങളെല്ലാം നീർക്കെട്ട് കൊണ്ട് നമ്മളൊരു വാതസംബന്ധമായ രോഗം പകരില്ലല്ലോ. ഒരു ആമവാദമുള്ള രോഗിയുടെ അടുത്ത് പോയിരുന്നാൽ അത് പകരത്തില്ല. ഇല്ല. അതുപോലെ തന്നെ അവരുടെ സ്കിന്നിൽ വരുന്ന ഒരു രോഗമാണ് ഈ സോറിയാസിസ്. അതൊരിക്കലും തൊട്ടാൽ പകരത്തില്ല. സൺസ്ക്രീൻ എന്ന പ്രൊഡക്റ്റ് വന്നതിന് ശേഷമാണ് ആളുകൾക്ക് സ്കിൻ ക്യാൻസർ കൂടിയത്. അതായത് നമ്പേഴ്സ് കൂടിയത് വേൾഡ് വൈഡ്. അപ്പോൾ ഒരു കോർപ്പറേറ്റ് അജണ്ടയാണ് സൺസ്ക്രീൻ എന്നുള്ളൊരു രീതിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുള്ളതാണോ? നമുക്ക് സ്കിൻ ക്യാൻസേഴ്സ് കൂടുന്നുണ്ട്. ആ. അതായത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ സ്കിൻ മൊത്തത്തില് നമ്മളൊരു ടൈപ്പ് പറയാണ്. സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 1 to 6, 7. അതിനകത്തൊരു ടൈപ്പ് ഒരു 4 to 6 ആണ്. 4 to 5 എന്ന് വേണമെങ്കിൽ പറയാം. 6 എന്ന് നല്ല ഡാർക്ക് ആയിട്ടുള്ളത്. ഓക്കെ. ആ ഒരു ഗണത്തിലാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ പൊതുവെ അവരുടെ ചർമ്മത്തിന്റെ ആ ഇത് വരുന്നത്. പക്ഷെ അങ്ങനെയുള്ള സ്കിന്നില് ഈ സ്കിൻ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. കാരണം കുറവാണ്. കുറവാണ്. ആസ് സച്ച് കുറവാണ്. ഓക്കെ. കാരണം നമ്മളപ്പോൾ സ്കിൻ ക്യാൻസർ കാണുന്നത് വളരെ കുറവ് നമ്പർ ഓഫ് പേഷ്യൻസിലാണ് കാണുന്നത്. പക്ഷെ വിദേശ രാജ്യങ്ങളിൽ യൂറോപ്പിലൊക്കെ ഒത്തിരി പഠനങ്ങൾ ഈ സ്കിൻ ക്യാൻസറിൽ തന്നെ നടന്നിട്ടുണ്ട്. അവർ മെയിനായിട്ട് ചെയ്യുന്ന സ്കിൻ ക്യാൻസർ സർജറികളാണ് കൂടുതലും ഡെർമറ്റോളജിസ്റ്റിൽ അവിടെ ചെയ്യുന്നത്. ഓ. പക്ഷെ അത് അത്ര കൂടുതലായതുകൊണ്ടാണ്. അപ്പം ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലൊക്കെ അവർ ചെറിയൊരു മറുക കണ്ടാൽ തന്നെ അവർ ഉടനെ ഡോക്ടറെ കാണാൻ വരും. അവർ പരിശോധന നടത്തും. ആവശ്യമുണ്ടെങ്കിൽ ടെസ്റ്റും ചെയ്യും. മറുകുകളൊക്കെ അങ്ങ് അത്രയ്ക്ക് അവർ ശ്രദ്ധയോടുകൂടി കുട്ടികളുടെ പ്രായം മുതലേ അവർ ശ്രദ്ധിച്ചാൽ വരും. മറുകെന്ന് പറയുമ്പോൾ ബ്ലാക്ക് മോൾസ് ആണ്. ബ്ലാക്ക് മോൾസ് തന്നെ. അപ്പോൾ നമ്മളിവിടെ ഫോറിനേഴ്സ് ഇവിടെ വിസിറ്റിനൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ അവർ വന്ന് അവരൊന്ന് എക്സാമിനേഷൻ ചെയ്യാറുണ്ട്. കാരണം ഇപ്പം നമ്മളെ ട്രോപ്പിക്കൽ കൺട്രി സൂര്യപ്രകാശം കൂടുതലുള്ള രാജ്യമാണ്. അപ്പോൾ ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു എക്സാമിനേഷനൊക്കെ ഒത്തിരി വിദേശികൾ UK നിന്നും ഈ ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ഒക്കെ ഇവിടെ ടൂറിന് വരുന്നവരൊക്കെ നമ്മളെ കാണാൻ വരാറുണ്ട്. അപ്പോൾ അവർ വളരെ കൺസേൺഡ് ആണ്. അവർ വളരെയധികം ഇതിനെക്കുറിച്ച് ബോധവാന്മാരുമാണ്. നമ്മുടെ രാജ്യത്ത് അതിനെക്കുറിച്ച് അവബോധം കുറവുമാണ്. കേസും വളരെ കുറവാണ്. പക്ഷേ ഇപ്പം കുറച്ച് റീസെൻ്റ്ലി നമ്പർ ഓഫ് കേസസ് നമ്മളാണെങ്കിലും ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ നാട്ടുകാരുടെ ഇടയിലും ഈ സ്കിൻ ക്യാൻസർ കാണുന്നുണ്ട്. ഒത്തിരി ഹൈ ലെവൽസ് അല്ലെങ്കിലും ബട്ട് പഴയ അവസ്ഥയിലും കുറച്ചുകൂടി അത് നമ്പർ കൂടി വരുന്നുണ്ട്. ഡൽഹിയിലൊക്കെ ഒത്തിരി സെൻറ്റേഴ്സിൽ നമ്പർ ഓഫ് കേസസ് കൂടുന്നതായിട്ടാണ് അവരും പറയുന്നത്. അപ്പോൾ ഒത്തിരി സ്കിൻ ക്യാൻസർ സർജറി സെൻറ്റേഴ്സ് തന്നെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എയിംസ് ന്യൂഡൽഹിയിലൊക്കെ അങ്ങനെ ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു. പണ്ടൊന്നും അതില്ലായിരുന്നു. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിന് പല ഫാക്ടേഴ്സ് ആകാം. നമ്മൾ പൊല്യൂഷനും ക്യാൻസർ വർദ്ധിക്കുന്നതിന് പ്രധാന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ വൺ ഓഫ് ദ റീസൺസ് ക്യാൻ ബി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആകാം. കാരണം നമ്മൾ എപ്പോഴും സ്കിൻ ലൈറ്റ് ആക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മുടെ മെലാനിൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സൂര്യപ്രകാശത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസാണ്, ഒരു പ്രതിരോധമാണ്. ടാനിങ് ഉണ്ടാവും. ടാനിങ് ഉണ്ടാകുന്നത് ശരിക്കും നല്ലതാണ്. നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ക്യാൻസർ പോലുള്ളൊരു രോഗം വരാതെ ഇരിക്കാൻ അത് സഹായിക്കുന്നില്ല. പക്ഷെ അതിനെ തടയാനും ലൈറ്റ് ആക്കാനും മെലാനിൻ കുറയ്ക്കാനുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അത് നമ്മുടെ സ്കിന്നിൽ ദോഷം ഉണ്ടാക്കും. കാരണം അതിൻ്റെ കൂടെ നമ്മൾ നല്ല രീതിയിൽ ഒരു സൺ പ്രൊട്ടക്ഷനോ സൺസ്ക്രീനോ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് സ്കിൻ ഡാമേജും സ്കിൻ അലർജിയും ഒക്കെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് കൂടുതൽ പഠനങ്ങൾ നടത്തിയാലേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വിഷയം ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതും ഈ പറഞ്ഞ ക്യാൻസർ വരാനും അത് പ്രൊട്ടക്റ്റീവ്, അതായത് വരാതിരിക്കാനേ സഹായിക്കുള്ളൂ. സൺസ്ക്രീൻ ഉപയോഗം സൺ പ്രൊട്ടക്ഷൻ എടുക്കുന്നത് എപ്പോഴും ക്യാൻസർ റിസ്ക് കുറയ്ക്കത്തേ ഉള്ളൂ. ഒരിക്കലും ക്യാൻസർ റിസ്ക് കൂട്ടത്തില്ല. നെയിൽ പോളിഷ് ഇല്ലേ, കുട്ടികളിൽ നെയിൽ പോളിഷ് യൂസ് ചെയ്യുന്നത് അവരുടെ ഹോർമോൺ ഡിസപ്റ്റഡ് ആവും, അല്ലെങ്കിൽ അവർക്ക് നേരത്തെ തന്നെ പീരീഡ്സ് ആവാനൊക്കെ ഉള്ള ടെൻഡൻസി കൂട്ടുമെന്ന് കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞതെല്ലാം കെമിക്കൽസ് ആണ്. പ്രത്യേകിച്ച് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചുണ്ടിലാണ്, അത് ഉള്ളിലേക്ക് പോകാനായിട്ടൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഏറ്റവും കൂടുതൽ ഞങ്ങൾ കാണുന്ന പ്രോബ്ലം അലർജിയാണ്. കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതായത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, അതായത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും വസ്തു പുരട്ടുമ്പോൾ അതിനോടൊരു അലർജി ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് ലിപ്സ്റ്റിക്കിന്, ഫേഷ്യൽ ക്രീംസിന്, നെയിൽ പോളിഷിനൊക്കെ അലർജി ഡെവലപ്പ് ചെയ്യാം. അലർജി ഡെവലപ്പ് ചെയ്യുന്ന ആ സൈറ്റിൽ തന്നെ ആയിരിക്കും. ചുണ്ട് ഡ്രൈ ആയി വരും, കറുപ്പ് പാടുകൾ വരാം.
ഉം. പിന്നെ ക്രാക്സ് വരാം, അതൊരു ക്രോണിക് കണ്ടീഷനായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പം ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇനി ഒരിക്കലും ഇരിക്കാം, അത് തീർച്ചയായിട്ടും. ഇതിലും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് മൈൽ സ്റ്റോൺ മേക്കറിൽ വന്നതിലും ഓക്കെ. ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തതിലും താങ്ക് യു. താങ്ക് യു. താങ്ക് യു.